Hello, welcome to my channel. ദാ 1.5 കിലോ 15 രൂപ. അപ്പോൾ കൈപ്പയ്ക്ക ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടണതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ കൈപ്പയ്ക്ക മേടിച്ചിട്ട് ഇന്നലെ അവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ, പിന്നെ എടുത്തിട്ടില്ല. ഏതിപ്പോൾ എടുക്കണം. ഇപ്പോൾ ഒരു ഉച്ചയായി, ഉച്ചയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൈപ്പയ്ക്ക ഉള്ള കാര്യമാണ് ഓർമ്മയുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഓടിപ്പോയി അത് വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടോ കണ്ടാ, ഇവിടെ അതെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കയ്പ്പയ്ക്ക നമ്മള് കയ്യിൽ കിട്ടിക്കണം. കയ്പ്പയ്ക്ക, കോളിഫ്ലവർ ഇതൊക്കെ ഉണ്ടല്ലോ, മരുന്നടിച്ചു കഴിഞ്ഞാൽ അതുമൊന്ന് മരുന്ന് പോവാൻ ഭയങ്കര പാടാ. അപ്പൊ ഈ കയ്പ്പയ്ക്ക നമ്മൾ സാധാരണ എന്താ ചെയ്യാ, മഞ്ഞള് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകും. അതുകൊണ്ടൊന്നും കഴുകിയാൽ ഇതൊന്നും പോകുന്നു തോന്നുന്നില്ല. അപ്പൊ ഇത് എങ്ങനെയാ ഞാൻ ചെയ്യണതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇതൊക്കെ അതെ കണ്ടോ, ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഷേപ്പ് ഒന്നുമില്ല. അപ്പൊ വെറുതെ അല്ല വില കുറച്ചിട്ട് അവർ കൊടുത്തിരുന്നു. വില കുറച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിയുടെ ഇല കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഓവണിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉണക്കി പൊടിച്ച് കുപ്പിയിലിട്ട് വയ്ക്കുക. ചെമ്പരത്തി തലയിൽ തേക്കാൻ മാത്രമല്ല കേട്ടാ, ഇപ്പൊ ഞാൻ എല്ലാ പച്ചക്കറികൾക്കും ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടാ. നിങ്ങൾ ഒരു ചെമ്പരത്തിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കാട്ടാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന്റെ ഇല അത്ര വലിപ്പമൊന്നുമില്ല, വലിപ്പമുള്ള ഇല കിട്ടണം, നല്ല ഇല. കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ മിക്സിയിലിട്ട് അടിക്കാനല്ലേ. എന്റെ മിളക് നിൽക്കണോക്ക് മൂപ്പിക്കാൻ നിർത്തിയിരിക്കുകയല്ല അതും. കുറെ ആൾക്കാർക്ക് വേണമെന്നുള്ള നല്ല എരിവുണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്, നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിന്. കേടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിട്ടുമ്പോ മിളക് ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് ഇത്രയും നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിക്കുക. ഇല ചെറുതാണ് കണ്ടിട്ട് വല്ലൊന്നും പറയരുത്. ഏത് ചെമ്പരത്തി ആയാലും കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ കട്ട ചെമ്പരത്തി ആയാലും കുഴപ്പമില്ല, മറ്റേ ഓരോ ഒറ്റ ലെയർ ഉള്ളതും കുഴപ്പമില്ല, വേറെ ഏത് ചെമ്പരത്തി ആയാലും കുഴപ്പമില്ല. ഇത് ഈ ഇല പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഇല നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കുക. മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഇലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത്രയേ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടാ. ചൂടുവെള്ളത്തിലിട്ടാൽ കുറച്ചും കൂടെ നല്ലതാണ്, എല്ലാം നന്നായിട്ട് അരഞ്ഞൊക്കെ കിട്ടും. ഇതിപ്പോ പച്ചവെള്ളത്തിലാണ് ഞാൻ അരയ്ക്കാൻ പോണത്. ഞാനിപ്പോ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ അടിച്ചു കൊണ്ടുവന്നത് അവിടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോ നല്ല പോലെ ഇതിങ്ങനെ പതയും കേട്ടാ. കണ്ടാ, ഇനി നമുക്കിതിലേക്ക് ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ കയ്പ്പിക്കും. ഇത് മാത്രല്ല കേട്ടോ, ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാട്ടാ. അപ്പോൾ ധൈര്യത്തിൽ നമുക്ക് കഴിക്കുക ഇങ്ങനെ ചെയ്താലേ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം എല്ലാതും നമുക്കിങ്ങനെ കഴുകി വെക്കാം. കുറച്ച് നേരം ഇതിൽ ആക്കി വെച്ചിട്ട് നമുക്ക് കഴുകിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതപ്പം തന്നെ ആയാലും നമുക്ക് എടുക്കാം. ഞാനൊരു ബ്രഷ് എടുക്കാൻ പോയതാട്ടോ. അപ്പം ബ്രഷ് എടുത്തിട്ട് നമുക്കിത് പുതിയ ബ്രഷ് എടുക്കാം. എന്നിട്ട് എന്താ, ഞാൻ ഇന്നാള് ഒരു ഫാമില് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിരുന്നു. കയ്പ്പയ്ക്ക ഉണ്ടല്ലോ,
കൈപ്പയ്ക്ക ഫോം ചെയ്യും. നല്ല ഭംഗിയിൽ കൈപ്പയ്ക്ക, ഒരു കൈപ്പയ്ക്കൊക്കെ കണ്ട ഞാൻ പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല എന്നുള്ളതാ. കാരണം അതിന് മാത്രം മരുന്ന് അതുപോലെ അടിക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഒരു കണ്ടെയ്നറിൽ കലക്കി വെച്ചിട്ട് അതിൽ മുക്കിയിട്ടാണ് നമുക്ക് കച്ചവടത്തിനായിട്ട് കിട്ടണത്. അത് കേടാവാതിരിക്കാനോ മറ്റോ എന്തോണോ. പിന്നെ അടിക്കുന്നത് വേറെ. അതൊക്കെ സ്പ്രേ ചെയ്യുമ്പോഴേ അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് അടുത്തുള്ള വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ പരാതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ ഇതിൻ്റെ വേറെ കളറുകൾ വരെ പോവും നമുക്കിങ്ങനെ കഴുകി വരുമ്പോഴേ. ചെമ്പരത്തി വെച്ചുണ്ടാക്കണത് നല്ലതാണ്. നിങ്ങൾ വീട്ടിൽ ചെമ്പരത്തി വെച്ചുണ്ടാക്കാം കേട്ടാ. ഇനി ഇത് നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇതിൻ്റെ ഇത് മുഴുവൻ പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നല്ല പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് എടുക്കാം. ഇതിൽ ഒക്കെ ക്ലിയർ ആവും. ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോവും. കാണുന്നുണ്ടല്ലോ ഇതേ കേട്ടാ. ഇവിടെ ഇങ്ങനെ ഒരു അടയാളൊക്കെ ഉണ്ട്. അതൊക്കെ അതിങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അങ്ങനെ ചെളി പോണണ്ട. അങ്ങനെ എല്ലാം ഇങ്ങോട്ട് കഴുകാം. ഇങ്ങനെ ബ്രഷ് ചെയ്ത് എടുക്കാം. മഞ്ഞള് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പരിധി ഉണ്ട് പോവാനായിട്ട്. ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ വാഷ് ചെയ്ത് പോകും. നമുക്കിപ്പോൾ സോപ്പ് പൊടിയൊന്നും ഇട്ടിട്ട് ഇത് കഴുകാൻ പറ്റില്ലേ? ഞാനിങ്ങനെ ചെയ്യുന്ന കേട്ടിട്ട് പലരും ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു ആശയാണ് കേട്ടോ. അപ്പൊ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് കേട്ടാ. അതെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എത്ര മരുന്നടിച്ചാലും പൊക്കോളും. ധൈര്യത്തിൽ കഴിക്കാം. കയ്പ്പയ്ക്ക ഭയങ്കരാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെ കഴുകിയാലും അത് പോവില്ല. ഇതിലാകുമ്പോൾ നന്നായിട്ട് പോവും. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കഴുകിയെടുത്താലല്ല പിന്നെ നമുക്ക് പേടിയില്ലാണ്ട് കഴിക്കാം. അങ്ങനെ കയ്പ്പയ്ക്ക ഈ മരുന്ന് അടിക്കണത് അറിയണവര് അധികവും മേടിക്കില്ല. സാധാരണ പറയാതെ ഇങ്ങനെയൊക്കെ വളഞ്ഞു തിരിഞ്ഞുള്ളത് മേടിച്ചോളാം. കാരണം അധികം മരുന്നടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവണമെന്ന് പറയും. അതും കാര്യമാണ് കേട്ടാ പറയണത്. നമുക്കിങ്ങനെ കഴുകിയെടുത്താൽ മതി. അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്യുക. എല്ലാ വെജിറ്റബിൾസ്, എന്ത് വെജിറ്റബിൾസ് കിട്ടിയാലും നമ്മൾ കോളിഫ്ലവറിലൊക്കെ ഇപ്പം നല്ലോണം ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് കഴുകി എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അതൊരു ഉപകാരമല്ലേ. അപ്പം ഇത് അധികം ആൾക്കാരൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പൊ അത് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ, ഇപ്പൊ ഞാറ്റുവേലിയാണ്, ഒരുപാട് ചെമ്പരത്തി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാക്കി കാണാനും ചെന്താണ്, നമുക്ക് ഇലയും പൊട്ടിച്ചെടുക്കാലോ. അങ്ങനെ നമ്മളെ കയ്പ്പയ്ക്കൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടാ. നല്ല വൃത്തിയായി കണ്ട. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ വീട്ടിൽ വെള്ളിയിൽ താളി അങ്ങനെയുള്ള താളികളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതിട്ടാ. അത് നന്നായിട്ട് ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് കഴുകിയെടുക്കാം. വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. ഏത് പച്ചക്കറിയും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പൊ ഇനി മുതൽ നിങ്ങൾ കീടനാശിനിനെ പേടിക്കണ്ട. ഇതേപോലെ എല്ലാ വെജിറ്റബിൾസും വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അറിവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, എല്ലാവരും പല രീതിയിൽ കീടനാശിനി ഉള്ളത് കൊണ്ട് തന്നെ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പലരും അത് വാങ്ങി കഴിക്കില്ല. അതിൽ മരുന്നടിച്ചിട്ടുണ്ടാവും. അത് മേടിക്കണ്ട, ഇത് മേടിക്കണ്ട എന്നൊക്കെ പറയും. ഇനി ധൈര്യത്തിലെല്ലാം മേടിക്കാം. നല്ല പോലെ ഇതുപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടാ. ഓക്കെ, ബൈ.